ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. കുഴൽ കിണർ ഇന്ന് നമ്മുടെ ഇവിടെ എല്ലാം സാധാരണയായിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. സാധാരണ കിണർ കുഴിച്ചാൽ കിണറിൽ ധാരാളം ജലം ലഭിക്കാതെ വരിക, വെള്ളം വറ്റിപ്പോവുക. അപ്പോൾ കുഴൽ കിണർ കുഴിക്കാൻ നമ്മൾ ശരിക്കും സ്ഥാനം നോക്കണമോ വേണ്ടയോ? കുഴൽ കിണർ എന്ന് പറഞ്ഞാലും കിണർ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായതുകൊണ്ട് ശരിക്കും അത് ചെയ്യേണ്ടത് എവിടെയെങ്കിലും ഒരു കിണർ കുഴിച്ച് അതിൽ നിന്ന് കുറെ വെള്ളം കോരുകയല്ല പതിവ്. അങ്ങനെ വെള്ളം കോരി കുടിച്ചാൽ ആ വീട്ടിലുള്ള അവർക്കും അസുഖം. കുഴൽക്കിണർ എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ ഇട്ടു, അത് മൂടി, പിന്നെ അതിൽ നിന്ന് വെള്ളം വരുന്നത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതല്ല അതിന്റെ പ്രത്യേകം. എവിടെയെങ്കിലും ഒരു കിണർ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. കുഴൽക്കിണറാണെങ്കിലും നമ്മൾ യഥാവിധി സ്ഥാനം നോക്കി തന്നെയാണ് അത് കുഴിക്കേണ്ടത്. സാധാരണ ഒരു കിണർ കുഴിക്കുന്ന സ്ഥലം എവിടെയാണോ ആ ദിക്കില്, അതായത് ഇപ്പൊ വടക്ക് കിഴക്ക് മൂലയിലാണ് സാധാരണ നമ്മൾ എല്ലാ വീടുകളുടെ സ്ഥാനത്തിനനുസരിച്ച് കിണർ കുഴിക്കുക. ആ കിണർ കുഴിക്കുന്നതിന്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും കുഴൽക്കിണറിന്റെ സ്ഥാനം ഉണ്ടാവുക. അതും കുഴൽക്കിണറിന്റെ സ്ഥാനവും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് സ്ഥാനം നോക്കി തന്നെ പറ്റുള്ളൂ. സ്ഥാനം നോക്കണം. ആദ്യകാലം മുതലേ ഇത് തുടർന്നു കൊണ്ടുപോന്നിരുന്ന ഒരു ആചാരമാണ്. നാം കിണർ കുഴിക്കുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് സ്ഥാനം നോക്കി, അത് കുഴൽക്കിണറായാലും ശരി സാധാരണ കിണറായാലും ശരി, സ്ഥാനം നോക്കേണ്ടത് നിർബന്ധമാണ്. മാത്രമല്ല കിണറിനെ പറ്റിയൊക്കെ നമുക്ക് ഇപ്പൊ കുഴൽക്കിണറായാലും കാണുന്നില്ല, വെള്ളം എല്ലാ ദിവസവും കോരുന്നില്ല എന്നേ ഉള്ളൂ. കിണറിനെ പറ്റി സങ്കല്പങ്ങളും വിശ്വാസങ്ങളൊക്കെ നമ്മൾ വച്ച് പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തു നോക്കുന്ന ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാര്യന്മാരെ കൊണ്ടോ ഒക്കെ നോക്കിയിട്ട് ഒരു ഈർക്കിലും ചെറിയൊരു കമ്പും അങ്ങനെയുള്ള ഒരു ഉപകരണമാണത്. അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കും എവിടെയാണ് വെള്ളം കിട്ടുന്നത്, എവിടെയാണ് ആ പൊസിഷനിൽ. പിന്നെ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന്റെ വടക്കിഴക്ക് ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ ചെല്ലുമ്പോൾ അവിടെ കണിക്കൊന്നയൊക്കെ ഉണ്ടാവും. കണിക്കൊന്നയൊക്കെ തഴച്ച് വളർന്ന് പുഷ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അത് അവിടെ എന്തായാലും ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പാണ്. അവിടെ മിക്കവാറും വയ്ക്കുന്ന വീടിന് സ്ഥാനമാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാക്കാം, ഒരു കുഴൽക്കിണറാണെങ്കിലും കിണറാണെങ്കിലും അതിനൊരു സ്ഥാനമുണ്ട്. ഈ കണിക്കൊന്ന തഴിച്ച് വളർന്ന് പുഷ്പിച്ചു നിൽക്കുന്നത് തന്നെ ഒരു നല്ല ഐശ്വര്യമുള്ള ലക്ഷണമാണ്. അത് കിണറിന് പറ്റിയൊരു സ്ഥാനം കൂടിയാണ്. അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കിണർ കുഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒപ്പം തന്നെ എവിടെ കിണർ കുഴിച്ചാലും സുലഭമായിട്ട് വെള്ളം കിട്ടും എന്നുള്ളതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ടൊന്നും നമ്മൾ കിണർ കുഴിക്കാൻ നിൽക്കരുത്. നമുക്ക് ആഗ്രഹമുണ്ട് വെള്ളം ധാരാളം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കിണർ കുഴിക്കുക. അത് ചിലപ്പോൾ വീട്ടിൽ പുറകിലോ പടിഞ്ഞാറോ തെക്കിനിയോ എവിടെ ആയിക്കോട്ടെ അത് കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് നമുക്ക് ആ വീട്ടിലുള്ളവർക്ക് ആ ജലം ഉപയോഗിക്കുന്നത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും പല രോഗങ്ങളും പല കാരണത്തിലും ഉണ്ട്. അതുകൊണ്ട് കിണർ കുഴിക്കുന്നത്, കുഴൽക്കിണർ കുഴിക്കുന്നതും സ്ഥാനം നോക്കി തന്നെ ആവണമെന്ന് ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. കിണർ കുഴിക്കുന്ന അതേ യഥാവിധി തന്നെ വേണം നമ്മൾ കുഴൽക്കിണറും ഉപയോഗിക്കാനും കൊളുത്താനും. പൂർവികർ ജലസാന്നിധ്യം നോക്കിയിരുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഉപകരണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ടോ എന്നറിയാം. അങ്ങനെ നമ്മൾ കുഴൽക്കിണർ കുത്തി അതിലേക്ക് ഇത് ഇറക്കിയിട്ട് വേണം, പൈപ്പ് ഇറക്കിയിട്ട് വേണം ജലം നമുക്ക് എടുക്കാൻ. ചില സ്ഥലത്ത് കുഴൽക്കിണർ അധികം താഴ്ത്തേണ്ടി വരാറില്ല. എങ്കിൽ തന്നെയും ജലസാന്നിധ്യം അറിയുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുത തന്നെ നമ്മൾ സാധാരണ കിണർ ഉപയോഗിക്കുന്ന ആ സ്ഥാനം നോക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴൽക്കിണറിനും ഉപയോഗിക്കേണ്ടതുണ്ട്. ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളത്തിൽ അതുപോലെ തന്നെ കുഴൽക്കിണറാണെങ്കിൽ എല്ലാവരും മൂടിയിടും. തൊട്ടടുത്ത് നമ്മുടെ മറ്റേ കിണറുണ്ടെങ്കിൽ കുഴൽക്കിണറിൽ വെള്ളം വെയിലടിക്കില്ല, പകരം അത് ഭൂമിയുടെ അടിയിൽ നിന്നോ അല്ലെങ്കിൽ വളരെ താഴ്ച പാറയുടെ അടിയിൽ നിന്നൊക്കെ ആയതുകൊണ്ട് ആ ജലം നല്ല ശുദ്ധജലമായിരിക്കും, നല്ല തണുപ്പായിരിക്കും. കിണറിലെ വെള്ളത്തിൽ എപ്പോഴും സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിൽ വേണം വെള്ളം ഉപയോഗിക്കാൻ.